സർക്കാർ വാർഷിക ആഘോഷങ്ങൾക്കും തുടർഭരണ പ്രതീക്ഷകൾക്കുമിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് 80ാം പിറന്നാളാണ്. മുന്നണിയുടെയും പാർട്ടിയുടെയും ക്യാപ്റ്റനാണ് അണികൾക്ക് പിണറായി. കാര്യമായ ആഘോഷങ്ങൾ ഒന്നുമില്ലാത്ത പതിവ് ദിവസമായിരിക്കും ഇന്നും മുഖ്യമന്ത്രിക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ എത്തിയിട്ട് നാളെ 9 വർഷം പൂർത്തിയാക്കുകയാണ്. കർക്കശ്യമുള്ള പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ജനകീയനായ നേതാവിലേക്കുള്ള പരിണാമ കാലമായിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് പിണറായി വിജയന്. മുഖം നോക്കാതെ പറയേണ്ടത് പറയുന്ന പിണറായി ഒരുപോലെ ആരാധകരെയും വിമർശകരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. വിമർശനങ്ങൾ കാര്യമാക്കാതെ നിലപാടിൽ ഉറച്ചു നിന്ന് കയ്യടി നേടിയിട്ടുണ്ട്. 2016-ൽ VSന്റെ പിൻഗാമിയായ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു പേര് ഇല്ലായിരുന്നു CPM-ന്. ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാകാൻ VSന് സാധിക്കുമായിരുന്നു. എന്നാൽ പോലും പാർട്ടി പിണറായിയുടെ പേര് പറയിച്ചു. പിന്നെ സർക്കാരിലും CPM-ലും പിണറായി കാലമായിരുന്നു. പ്രളയവും കോവിഡും പിണറായി എന്ന മുഖ്യമന്ത്രിയുടെ കരുതൽ കേരളം അറിഞ്ഞ നാളുകളായിരുന്നു. PR എക്സസൈസ് എന്ന എതിരാളികൾ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അണികളും ആരാധകരും പിണറായിക്ക് ചാർത്തി നൽകിയത് കേരളത്തിന്റെ ക്യാപ്റ്റൻ പട്ടമാണ്. വ്യക്തിപരമായും രാഷ്ട്രീയമായും നിരവധി പരീക്ഷണങ്ങളാണ് ഈ ഘട്ടത്തിൽ പിണറായി നേരിട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാം മറികടന്ന് തുടർഭരണം എന്ന അത്ഭുതം കൂടി സൃഷ്ടിച്ചതോടെ പിണറായി കേരള രാഷ്ട്രീയത്തിലെ നമ്പർ 1 നേതാവായി ഉയരുകയായിരുന്നു. അണികളുടെ ആശയും ആവേശവുമാവുകയായിരുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, ഇടമൺ കൊച്ചി പവർ ഹൈവേ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, ദേശീയപാത, അസാധ്യമെന്ന് എഴുതിത്തള്ളിയതായുള്ള പദ്ധതികൾ ഒന്നൊന്നായി യാഥാർത്ഥ്യമാവുകയായിരുന്നു. വികസന നായകനെന്നും നിശ്ചയദാർഢ്യത്തിന്റെ ആൾരൂപമെന്നും അണികൾ വാഴ്ത്തിപ്പാടി. പിണറായി സ്തുതികളുമായും തിരുവാതിരയും സംഘഗാനവും ഡോക്യുമെന്ററികളും നിർമ്മിക്കപ്പെട്ടു. അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതു മുന്നണിയും CPM-നെ ആര് നയിക്കും എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമാണുള്ളത്: പിണറായി വിജയൻ. 82 വയസ്സിലാണ് VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. അടുത്ത മെയ്യിൽ പിണറായിക്ക് 81 തികയും. ടീം LDF-നെ ഹാട്രിക് വിജയത്തിലേക്ക് നയിക്കാൻ ക്യാപ്റ്റന് കഴിയുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞാൽ ആർക്കും എത്തിപ്പിടിക്കാനാകാത്ത രാഷ്ട്രീയ ഉയരത്തിലാകും പിണറായി വിജയന്റെ ഇരിപ്പിടം തന്നെ. 1945 മെയ് 24-നാണ് കണ്ണൂർ പിണറായി മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും മകനായി പിണറായി വിജയൻ ജനിക്കുന്നത്. ശാരദാവിലാസം LP സ്കൂളിലും പെരളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലും തലശ്ശേരി ബ്രണ്ണൻ കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. ബ്രണ്ണൻ കോളേജിൽ BA എക്കണോമിക്സിന് പഠിക്കുമ്പോൾ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുകയായിരുന്നു. 1964-ൽ KSF സംസ്ഥാന കമ്മിറ്റി അംഗമായി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് യുവജന പ്രസ്ഥാനത്തിലെത്തിയ അദ്ദേഹം പിന്നീട് KSF സംസ്ഥാന പ്രസിഡന്റ് ആവുകയായിരുന്നു. 1967-ൽ CPM-ന്റെ തലശ്ശേരി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയി. 68-ൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി. 72-ൽ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും 78-ൽ സംസ്ഥാന കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ചടയൻ ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് മന്ത്രിപദം ഉപേക്ഷിച്ച് 98 സെപ്റ്റംബർ 25-ന് പാർട്ടി സെക്രട്ടറി ആയി. അതിനുശേഷം കണ്ണൂരിലും മലപ്പുറത്തും കോട്ടയത്തും നടന്ന സ്റ്റേറ്റ് കോൺഫറൻസിൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പോളിറ്റ് ബ്യൂറോ അംഗവുമായി. 2016-ലാണ് ആദ്യ പിണറായി സർക്കാർ അധികാരമേൽക്കുന്നത്. പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിന് മുട്ടിട്ടത് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് മുറ്റത്താണ്. അവിടെ മുതൽ തുടങ്ങിയ ചെങ്കൊടിയേന്ത്യ മുഷ്ടി ചുരുട്ടിയ പോരാട്ടം പിൽക്കാലത്ത് പിണറായി എത്തിച്ചത് കേരളത്തിന്റെ ഭരണ കസേരയിൽ തന്നെയാണ്. പിണറായി എന്നതൊരു സ്ഥലപ്പേരല്ല, ആ മനുഷ്യന്റെ പേരാണ് എന്ന് കരുതിയ എത്രയോ പേർ ഇന്നും പല നാട്ടുകളിലുണ്ട്.